മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പുറത്തേക്ക് പോകാനായിട്ട് വരുന്നു. ആ സമയം ദുർഗയാണെങ്കിൽ കണ്ണന്റെ നേർക്ക് കലിയോടെ വന്ന് ചോദിക്കുന്നുണ്ട്, എടാ ഈ കൊലച്ചതി സ്വന്തം പെങ്ങളോട് തന്നെ വേണ്ടായിരുന്നടാ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. ഉണ്ണി പറയുന്നുണ്ട്, ഇനി എന്ത് മനസ്സിലാക്കാനാ, ചെല്ലും ചെലവും കൊടുത്ത് ഒരു വാടക ഗുണ്ടയെ വളർത്തി നിങ്ങൾ രണ്ടാളും കൂടി. എന്നിട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആ മേഘേട്ടനെ ഒഴിവാക്കി ആ ഗുണ്ടയോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞു. കണ്ണൻ പറയുന്നുണ്ട്, എന്തൊക്കെ ഇവൻ ഈ പറയുന്നേ? അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാവാതെ നിൽക്കുകയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് ഇനി നീയും ഇവളും അറിയാത്ത ഒരു കാര്യം കൂടെ ഒന്നും കൂടി ഞാൻ പറഞ്ഞേക്കാന്ന് പറയാണ് ദുർഗ. മഞ്ജുവിനെ വെളുപ്പാങ്കാലത്ത് മുതൽ കാണാനില്ല. ദേ അവളെ അവനോടൊപ്പം തന്നെയാണ് പോയിരിക്കുന്നത്, ആ മാർക്കോനൊപ്പം. ഇത് കേൾക്കുന്നതോടെ കണ്ണനും മഹാലക്ഷ്മി ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അമ്മി പറയുന്നത്? മാർക്കോയ്ക്കൊപ്പം മഞ്ജു പോയെന്നോ? അതിന് അവര് തമ്മിൽ എപ്പോഴാ കണ്ടത്, എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയതെന്നെല്ലാം ചോദിക്കുമ്പോൾ കരുണ അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, അതിന് നിമിത്തമായിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ ഇനി നടിക്കണ്ട. മഞ്ജുവിനെയും മേഘേട്ടനെയും തമ്മിൽ വേർപിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. ഇതെല്ലാം കേട്ട് കണ്ണനാകെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. പിന്നീട് മാർക്കോ കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ട് സാഗറും മഞ്ജുവും വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലാണ് ജോഡികൾ, നിങ്ങൾ തമ്മിൽ തന്നെയാണ് ചേരേണ്ടതെന്നും പറയുന്നു. എന്നിട്ട് മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ പെങ്ങള് എൻ്റെയും പെങ്ങളാണ്, അതുകൊണ്ട് അവളെ നല്ല രീതിയിൽ തന്നെ നീ നോക്കണം, അവൾക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നും എന്തെങ്കിലും തെറ്റ് നിന്റെ ഭാഗത്തൊന്നുണ്ടായാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും മാർക്കോ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സാഗർ പറയുന്നുണ്ട്, ഒരിക്കലും മാർക്കോ അങ്ങനെ പേടിക്കേണ്ട, ഞാൻ പൊന്നു പോലെ തന്നെ മഞ്ജുവിനെ നോക്കും. ഇങ്ങനെ ഒരു നല്ല കുടുംബത്തിലുള്ള പെണ്ണ് എൻ്റെ ഭാര്യയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് മഞ്ജുവിന് ഒരു കുറവും ഞാൻ വരുത്തില്ല, ഞാൻ പൊന്നു പോലെ തന്നെ നോക്കുമെന്നും സാഗറും പറയുന്നു. അതേസമയം മാർക്കോയുടെ ഫോണിലേക്ക് കണ്ണൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോനോട് പറയുന്നുണ്ട്, താൻ എവിടെയാണ്? അപ്പോൾ മാർക്കോ പറയും, ഞാൻ വീട്ടിലുണ്ട് സാറേ, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരാനായിട്ട് കണ്ണൻ പറയുന്നു. അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കണ്ണൻ. മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറ് കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, എന്താണാവോ എന്ന് പറയുന്നു. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ഒരു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഇപ്പോൾ കണ്ണേട്ടനോടും അതുപോലെ ഏട്ടത്തിയോടും പറയരുതെന്ന് മാർക്കോവിനോട് പറയുന്നുണ്ട് മഞ്ജു. അങ്ങനെ മാർക്കോ കണ്ണൻ്റെ അടുത്ത് എത്തുന്നു. എന്നിട്ട് സാറെന്തിനെ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് ഞങ്ങളൊരു വാർത്ത കേട്ടു, അത് സത്യമാണോ എന്ന് അറിയാനാണ് നിന്നെ വിളിപ്പിച്ചത്. മഞ്ജുവായിട്ട് നിനക്ക് വല്ല സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. മേഘനാഥൻ്റെ കയ്യിൽ നിന്നും മഞ്ജു നിന്റെ കൈകളിലോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. നല്ല സുരക്ഷിതമായ കൈകളിലോട്ടാണ് അവൻ എത്തുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്നും അതിനെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയൊന്നും എടുക്കണം, മാന്യമായ രീതിയിൽ തന്നെ നമുക്ക് കല്യാണം നടത്തി തരാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാം മണി പറയുന്നത്? ഞാൻ ഒരിക്കലും മഞ്ജുവിനെ സ്നേഹിച്ചിട്ടോ തട്ടിക്കൊണ്ടു പോയിട്ടോ ഇല്ല. അവളെ ഒരിക്കലും എനിക്ക് ഒരു ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കണ്ണൻ സാറിൻ്റെ പെങ്ങള് എൻ്റെ പെങ്ങളും ആണെന്നാണ് മാർക്കോ പറയുന്നത്. പക്ഷെ നിങ്ങൾ കേട്ടതും അറിഞ്ഞതും ഒക്കെ സത്യം തന്നെയാണ്. മഞ്ജു എൻ്റെ ഒപ്പമല്ല വന്നത്, മറ്റൊരാൾക്കൊപ്പമാണ് മഞ്ജു ഇറങ്ങി വന്നിരിക്കുകയെന്നും പറയുമ്പോൾ അത് ആർക്കൊപ്പമാണെന്ന് മഹാലക്ഷ്മിയും കണ്ണനും ചോദിക്കുന്നു. സാഗറിനൊപ്പമാണ് മഞ്ജു ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും ഒരുപോലെ ഞെട്ടുകയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, സാഗർ മേഘനാഥനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ആളാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇല്ല, പഴയ സ്വഭാവങ്ങളൊന്നുമില്ല, അവൻ നല്ല രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്, മഞ്ജുവിനെ ഒരിക്കലും ചതിക്കില്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോഴും മഹാലക്ഷ്മിക്ക് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, സാഗറുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ച് എത്രയും പെട്ടെന്ന് കമലേശ്വര വീട്ടിലേക്ക് മഞ്ജുവിനെ എത്തിക്കണമെന്ന് കണ്ണൻ മാർക്കോനോട് പറയുന്നുണ്ട്. മാർക്കോ ആകെ വല്ലാണ്ടാവുകയാണ് ഇതെല്ലാം കേട്ട്. അങ്ങനെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.